ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. സംശയിക്കേണ്ട, അത് സത്യമാണ്. പക്ഷെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ എന്താണ് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായൊരു രാജ്യം എങ്ങനെയാണ് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിയത്? വാ, നമുക്ക് ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് കുറച്ച് പുറകോട്ടു പോകാം, അതായത് 1700ലേക്ക്. ആ സമയത്ത് ലോക സമ്പദ്വ്യവസ്ഥയുടെ ഏതാണ്ട് 27% ഇന്ത്യയുടെ കയ്യിലായിരുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, 27%. അതായത് യൂറോപ്പിനെ മുഴുവൻ ഒരുമിച്ചു വെച്ചാൽ പോലും ഇന്ത്യയുടെ അത്രയും വരില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ 250 വർഷം മുന്നോട്ട് വരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയം, അതായത് 1947. ആ 27% എന്തു പറ്റിയെന്നറിയാമോ? അത് വെറും 3%-ത്തിൽ താഴെയായി. ഇതൊരു ചെറിയ വീഴ്ചയൊന്നും ആയിരുന്നില്ല, ഇതൊരു സമ്പൂർണ്ണ പതനമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, എന്ത് സംഭവിച്ചു? ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഗതി വന്നത്? ഇതിനു പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രശസ്ത അമേരിക്കൻ ചരിത്രകാരനായ വിൽ ഡ്യൂറന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് വെറുതെ സംഭവിച്ചൊരു തകർച്ചയല്ല, മറിച്ച് മനഃപൂർവ്വം നടത്തിയ ഒരു ചൂഷണമായിരുന്നു. അപ്പോ ഈ തകർച്ചയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപുള്ള ഇന്ത്യയെ അറിയണം. ലോകത്തിന്റെ പണിപ്പുര എന്ന് വിളിച്ചിരുന്ന ആ കാലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെയൊക്കെ വിചാരം ഇന്ത്യ പണ്ടൊരു കാർഷിക രാജ്യം മാത്രമായിരുന്നു എന്നാവും, അല്ലേ? പക്ഷെ സത്യം അതല്ല. ഇന്ത്യ ഒരു വൻ വ്യാവസായിക ശക്തിയായിരുന്നു. അമേരിക്കൻ നിരീക്ഷകനായ ജെ.ടി. സണ്ടർലാൻഡ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ഉരുക്ക് ഇതൊക്കെ ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്നു. ലോകം കൊതിച്ചിരുന്ന പലതും ഉണ്ടാക്കിയിരുന്നത് ഇവിടെയായിരുന്നു. ഒരു ഉദാഹരണം വേണ്ടോ? തുണി വ്യവസായം തന്നെ എടുക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോൾ ലോകത്തിലെ മൊത്തം ടെക്സ്റ്റൈൽ ട്രേഡിന്റെ 25%, അതായത് 1/4 നമ്മുടെ കയ്യിലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കിക്കേ, ലോകത്ത് വിൽക്കുന്ന ഓരോ 4 വസ്ത്രങ്ങളിൽ ഒരെണ്ണം ഇന്ത്യയിലുണ്ടാക്കിയതായിരുന്നു. തുണിത്തരങ്ങൾ മാത്രമല്ല കേട്ടോ, കപ്പൽ നിർമ്മാണത്തിലും ഇന്ത്യ പുലിയായിരുന്നു. ബംഗാളിലുണ്ടാക്കിയിരുന്ന കപ്പലുകൾക്ക് ബ്രിട്ടീഷ് കപ്പലുകളെക്കാൾ ഏകദേശം ഇരട്ടി ആയുസ്സുണ്ടായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ ഒരു 12 വർഷമാവുമ്പോഴേക്കും പണിമുടക്കുമ്പോൾ നമ്മുടെ കപ്പലുകൾ 20 വർഷത്തിൽ കൂടുതൽ ഒരു കുഴപ്പവുമില്ലാതെ കടലിൽ ഓടിയിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും ശക്തമായിരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയെ എങ്ങനെയാണ് അവർ തകർത്തത്? ബ്രിട്ടീഷുകാർ വളരെ ആസൂത്രിതമായി നടത്തിയ ആ നശീകരണത്തിന്റെ കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഓരോ ഘട്ടവും അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ആദ്യം അവരൊരു കുത്തക സ്ഥാപിച്ചു. പിന്നെ ഇന്ത്യയുടെ കയറ്റുമതിക്കുള്ള വഴികൾ അടച്ചു. അടുത്തത് ശാരീരികമായ ആക്രമണമായിരുന്നു. അതെ, തറികൾ തകർത്തു, നെയ്ത്തുകാരുടെ തള്ളവിരലുകൾ വരെ മുറിച്ചു. അവസാനത്തെ അടിയായി ഇന്ത്യൻ തുണിക്ക് 80% നികുതി അങ്ങേർപ്പെടുത്തി. അതോടെ കഥ കഴിഞ്ഞു. അതായത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ അവർ തലകീഴായി നിർത്തി. ലോകത്തിന് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ കൊടുത്തിരുന്ന നമ്മൾ ബ്രിട്ടനിലെ ഫാക്ടറികൾക്ക് വെറും അസംസ്കൃത വസ്തുക്കൾ, അതായത് പരുത്തി പോലുള്ളവ നൽകുന്നവരായി മാറി. ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഈ അസംസ്കൃത വസ്തുക്കൾ വെച്ച് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അവർ നമുക്ക് തന്നെ തിരിച്ച് ഉയർന്ന വിലയ്ക്ക് വിറ്റു. ഈ നയങ്ങളുടെ ആഘാതം ഭയങ്കരമായിരുന്നു. 1947 ആയപ്പോഴേക്കും നമ്മുടെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്നവരുടെ എണ്ണം വെറും 0.7% കുറഞ്ഞു. ഒന്നോർത്തു നോക്കൂ, തലമുറകളായി നെയ്ത്തും മറ്റ് കലകളും ചെയ്ത് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. വേറെ വഴിയില്ലാതെ അവരെല്ലാം കൃഷിയിലേക്ക് തിരിയാൻ നിർബന്ധിതരായി. വ്യവസായങ്ങളെല്ലാം തകർന്നു. അപ്പോൾ സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചു? ഈ സാമ്രാജ്യത്വത്തിന് യഥാർത്ഥ വില കൊടുക്കേണ്ടി വന്നത് സാധാരണക്കാരായ ഇന്ത്യക്കാരായിരുന്നു. അവരുടെ ദുരിതത്തിന്റെ കഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരിവിടെ കൊണ്ടുവന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ നികുതി വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു. കർഷകർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 50 മുതൽ 80% വരെയായിരുന്നു നികുതി. പോരാത്തതിന് വിളവെടുക്കുന്നതിന് മുൻപേ നികുതി കണക്കാക്കും. അതായത് ചിലപ്പം കിട്ടിയ വിളവിനേക്കാൾ കൂടുതൽ നികുതി അടക്കേണ്ടി വരും. ഇതടക്കാൻ പറ്റാത്തവരെ ക്രൂരമായി ഉപദ്രവിച്ചു. അവസാനം എന്തായി? ലക്ഷക്കണക്കിന് കർഷകർക്ക് അവരുടെ സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടു. ഇന്ത്യയെ ഇതിനു മുൻപും ഒരുപാട് വിദേശ ശക്തികൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം ബ്രിട്ടീഷുകാർക്ക് എന്ത് വ്യത്യാസമാണുണ്ടായിരുന്നത്? എന്തായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം? നമുക്ക് നോക്കാം.
ഉത്തരം ഈ ഒരു വാക്കിലുണ്ട്. എക്സ്ട്രാക്റ്റീവ് കോളനി, അതായത് ചൂഷണം ചെയ്യാനുള്ള ഒരു കോളനി. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഒരു രാജ്യത്ത് വന്നിട്ട് അതിന് സ്വന്തം നാടായി കാണില്ല, അവിടുത്തെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്ത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇത് മാത്രമാണ് ലക്ഷ്യം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ അതായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുഗളന്മാർ. അവരും പുറത്തുനിന്ന് വന്നവരാണ്, ഇന്ത്യയെ കീഴടക്കി. പക്ഷെ അവർ ഇവിടെ കിട്ടിയ പണം ഇവിടെ തന്നെയാണ് ചെലവാക്കിയത്. ഇന്ത്യ അവരുടെ പുതിയ വീടായി. എന്നാൽ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ലായിരുന്നു. അവർ ഇന്ത്യയുടെ സമ്പത്തിനെ ഒരു സ്പോഞ്ച് പോലെയാണ് കണ്ടത്. ഇവിടെ നിന്നെല്ലാം വലിച്ചെടുത്ത് നേരെ ലണ്ടനിലെ തേംസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി പിഴിഞ്ഞൊഴിച്ചു. ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്ന ആരോപണങ്ങളല്ല. അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർക്വേസ് ഓഫ് സോൾസ്ബറി തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. വളരെ ഞെട്ടിക്കനൊന്നാണത്. ഇന്ത്യയിൽ നിന്ന് പണം ഊറ്റിയെടുക്കേണ്ടതുകൊണ്ട് രക്തം എവിടെയാണോ കൂടുതലുള്ളത് അങ്ങോട്ട് സർജന്റെ കത്തി തിരിക്കണം. ഇനി ബ്രിട്ടീഷ് ഭരണത്തെ ന്യായീകരിക്കാൻ പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്നിട്ട് കൊളോണിയൽ ഭരണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ എന്താണെന്നും നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് തന്ന ഏറ്റവും വലിയ സംഭാവന റെയിൽവേ ആണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിന്റെ പിന്നിലെ കഥ എന്താണെന്നറിയാമോ? അമേരിക്കയിൽ 1 മൈൽ റെയിൽപാളമിടാൻ ഏകദേശം 2000 പൗണ്ടായിരുന്നു ചെലവ്. പക്ഷേ ഇന്ത്യയിലോ 18,000 പൗണ്ട്, ഏകദേശം 9 ഇരട്ടി. കാരണം ബ്രിട്ടീഷ് നിക്ഷേപകർക്ക് വലിയ ലാഭം ഉറപ്പു നൽകിയിരുന്നു. അപ്പോൾ അവർ ചെലവ് പെരുപ്പിച്ചു കാണിച്ചു. ഇതിന്റെ എല്ലാം ഭാരം താങ്ങിയതാരാ? നമ്മൾ, ഇന്ത്യൻ നികുതിദായകർ. അപ്പോ ഈ റെയിൽവേയുടെ യഥാർത്ഥ ഉദ്ദേശ്യം ഇന്ത്യയെ വികസിപ്പിക്കലായിരുന്നില്ല, മറിച്ച് ഇവിടത്തെ വിഭവങ്ങൾ എത്രയും പെട്ടെന്ന് കൊള്ളയടിച്ച് തുറമുഖങ്ങളിൽ എത്തിക്കാനായിരുന്നു. ഇതിന്റെ ഏറ്റവും ഭീകരമായ ഒരു മുഖമുണ്ട്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സമയത്തും ഇതേ ട്രെയിനുകളിൽ ധാന്യങ്ങൾ കയറ്റി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു അവർ. അപ്പോ ആകെ എത്ര രൂപയുടെ സമ്പത്താണ് ഇന്ത്യയിൽ നിന്നവർ കൊണ്ടുപോയത്? പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങൾ പറയുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം $43 ട്രില്യൺ. ഒന്നാലോചിച്ചു നോക്കൂ, 43 ട്രില്യൺ. ഇത് ബ്രിട്ടന്റെ ഇന്നത്തെ GDPയുടെ 14 ഇരട്ടി വരും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഖ്യയാണിത്. പക്ഷേ പണത്തേക്കാളൊക്കെ എത്രയോ വലുതാണ് മനുഷ്യരുടെ ജീവൻ. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ കാരണം ഇവിടെയുണ്ടായ ക്ഷാമങ്ങളിൽ പൊലിഞ്ഞത് ഏകദേശം 35 ദശലക്ഷം ജീവനുകളാണ്. അതായത് 3.5 കോടി ഇന്ത്യക്കാർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരന്മാരെന്ന് നമ്മൾ പറയുന്ന സ്റ്റാലിന്റെയോ മാവോയുടെയോ ഭരണത്തിൽ മരിച്ച ആളുകളേക്കാൾ കൂടുതലാണീ കണക്ക്. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വളരെ ലളിതമായ പക്ഷെ വളരെ ശക്തമായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. അതിനുശേഷമുള്ള ഈ 70-ലധികം വർഷങ്ങളിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഒരൊറ്റ വലിയ ക്ഷാമം പോലും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയ്ക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. അവരോടുള്ള മറുപടിയായി ഈ ഒരു സത്യം മാത്രം പോരെ?